നമസ്കാരം, ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. കേരള സർക്കാർ എന്ന 4ാം വാർഷികവും വളരെ വലിയൊരു ആഘോഷമായി നടത്തുന്നൊരു ദിവസവും വളരെ യാദൃശ്ചികമായി ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ ഈ അതിജീവന സമരം വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്താണ് ഈ 100ാം ദിവസം ഇവിടെ ഒരു പ്രതിഷേധ ദിനമായി 100 പന്തങ്ങൾ കൊടുത്തുകൊണ്ട് ഈ സർക്കാരിന് 100 പ്രതിഷേധ ജ്വാല ക്ഷണിക്കുന്ന ഒരു പരിപാടി എടുത്തിട്ടുള്ളത്. ഏവർക്കും അറിയാം, നമ്മുടെ ഈ സമരം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ നിരവധി സമരങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. വളരെ തീക്ഷ്ണമായ ചില ഘട്ടങ്ങളിലും കടന്നുപോയി. ഇപ്പോൾ ഒരു സഞ്ചരിക്കുന്ന സമരയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച മെയ് 5-ാം തീയതി കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട യാത്ര ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ 2ാം ദിവസം പ്രവേശിച്ചിരിക്കുകയാണ്. നാളെയും കൂടെ പാലക്കാട് ജില്ല കഴിഞ്ഞ് പിന്നീട് മറ്റെല്ലാ ജില്ലകളും പിന്നിട്ട് തിരുവനന്തപുരത്ത് ജൂൺ 14, 15, 16 തീയതികളിൽ 3 ദിവസത്തെ അതിൻ്റെ ജില്ലയിലുടനീളം ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ജില്ലയിലെ എല്ലാ PHSകളിലും നമുക്ക് സംഘടനയുള്ള ജില്ല കൂടിയാണ്. അതുകൊണ്ട് തലസ്ഥാനത്ത് എത്തിച്ചേർന്ന് എല്ലാ സ്ഥലവും സന്ദർശിച്ച ശേഷം 17-ാം തീയതി രാവിലെ 8 മണിക്ക് കേശവദാസപുരത്തുനിന്ന് വലിയൊരു പദയാത്രയായി സെക്രട്ടേറിയറ്റിലേക്ക് വരിക എന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാം, മാത്രം സൂചിപ്പിക്കുന്നു. കാസർഗോഡ് 5-ാം തീയതി എന്നെ നെല്ലിക്കുന്ന MLA ആണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരു അത്ഭുതകരമായ ഒരു യാത്രയായിട്ടാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ആയിരങ്ങളായി കാത്തുനിന്ന് യാത്രയെ സ്വീകരിച്ച് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുവാൻ സർക്കാർ കാണിക്കുന്ന ഈ നയത്തിനെതിരെ, തൊഴിലാളികളോടല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നയത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പോയിന്റും കടന്നു വരുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഞാൻ ആ യാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലൊക്കെ എത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ മാധ്യമങ്ങൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നിരിക്കുന്ന മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു ആശയമാണ്. അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഹൃദയപക്ഷത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന വളരെ ഒരു തീവ്രമായ അനുഭവമാണ് അതുവഴി കടന്നു വന്നപ്പോൾ ഉണ്ടായത്. തീർച്ചയായും ആശമാരുടെ മാത്രം ഒരു സമരമല്ലാതായി മാറിക്കൊണ്ട് കേരള സമൂഹം നെഞ്ചേറ്റിയ ഒരു സമരമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ
ഭരണവർഗ പാർട്ടി ഒഴിച്ചുള്ള മുഴുവൻ മനുഷ്യരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അഭൂതപൂർവമായൊരു യാത്ര കൂടിയാണത്. അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് അത് 17-ാം തീയതി എത്തിച്ചേരുമ്പോൾ ഭരിക്കുന്ന വിരലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും പങ്കാളികളാകുന്ന ഒരു ഐതിഹാസികമായ ഒരു യാത്രയായിട്ട് അത് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഇവിടെ നിന്ന് എല്ലാ ദിവസവും എണ്ണം എടുക്കുകയാണ് ഈ പന്തൽ എത്ര പേര് വരുന്നുണ്ടെന്ന്. പല ദിവസങ്ങളിൽ ഞങ്ങളുടെ പന്തലിൽ 20 താഴെ ആളുകൾ മാത്രമേ ഞങ്ങൾ വരുത്താറുള്ളൂ. കാരണം എല്ലാവരും ജോലിക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ 3 മാസമായി 1 രൂപ വരുമാനമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ സമരത്തിന് വരുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് കിട്ടി, വീണ്ടും കുടിശ്ശികയാക്കിയിരിക്കുന്നു. 10 പൈസ വരുമാനമില്ലാതെ വണ്ടിക്കൂലിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത ആശമാരാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അത്രയും ദുരിതം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ആളുകളെ പന്തലിൽ കുറച്ചിരിക്കുകയാണ്, ആ എണ്ണം എടുക്കുകയാണ്. പക്ഷേ 17-ാം തീയതി എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് നമ്മൾ ഉറച്ച മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ടാക്കും. കാരണം എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ സമരയാത്രയെ സർവാത്മന പിന്തുണച്ചുകൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരാനുള്ള ഒരു ആഹ്വാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അനുയായികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമരത്തിന്റെ നാൾ വഴി എല്ലാവർക്കും അറിയാം. ഒരു കാര്യം കൂടെ, മലപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നത്, പ്രത്യേകിച്ച് വനിതകൾ പ്രസംഗിക്കുന്നത്, ഓരോ ദിവസവും ഇവിടെ നടന്ന ഓരോ ദിവസവും അവരെ കൃത്യം ഓർത്തെടുത്തുകൊണ്ട് പറയുന്നു കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. നമ്മളോടൊപ്പം കേരളത്തിലെ മുഴുവൻ ആളുകളും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന അതേ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇതിന്റെ ഈ പരിപാടിയുടെ 100-ാം ദിവസത്തെ ഈ പരിപാടി ഔപചാരികമായി സ്വാഗതം പറയുവാൻ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും മണമ്പൂർ FHSCയിലെ ആശാവർക്കറുമായ ശ്രീമതി KP റോസമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആമുഖ പ്രസംഗം വളരെ ആധികാരികമായി വിശദമായി ആധികാരികമായി നമ്മുടെ അസോസിയേഷൻ കൺവീനർ ശ്രീമതി യസ്മിനി അവരോടുകൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഏറെ സ്നേഹബഹുമാനമുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.